ഏപ്രിൽ 2026 മുതൽ നിങ്ങൾക്ക് മാസാമാസം കിട്ടുന്ന സാലറിയിൽ ഒരു ചെറിയ ഇടിവുണ്ടായേക്കാം. ഇതിന് കാരണം പുതിയ വേജ് കോഡ് പ്രകാരം നിങ്ങളുടെ കോസ്റ്റ് ടു കമ്പനി ഓർ CTCയുടെ മിനിമം 50% എങ്കിലും നിങ്ങളുടെ ബേസിക് പേ വരണം എന്നുള്ളൊരു റൂളാണ്. ബേസിക് പേ 50% ആയതുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ മന്ത്ലി സാലറിയിൽ ഒരു ഇടിവുണ്ടാവുന്നത് എന്നുള്ളതല്ലേ? എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാസാമാസമുള്ള ഡിഡക്ഷൻസ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്കും ESIയിലേക്കും ഗ്രാറ്റുവിറ്റിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ബേസിക് പേയുടെ ഒരു പെർസെൻറ്റേജ് ആയാണ്. സോ ഇതുവരെയ്ക്കും കമ്പനീസ് അവരുടെ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബേസിക് പേ CTCയുടെ ചെറിയ പെർസെൻറ്റേജായി മാത്രമേ ഫിക്സ് ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ആസ് പെർ ന്യൂ വേജ് കോഡ് ഈ ബേസിക് പേ മിനിമം 50% എങ്കിലും വരണം എന്നുള്ളത് കൊണ്ട് ഈ ബേസിക് പേയുടെ സർട്ടൈൻ പെർസെൻറ്റേജ് 12%, 24% PF ആയിട്ടും 4% ESI ആയിട്ടും ആൻഡ് പ്രപ്പോർഷനേറ്റ് എമൗണ്ട് ഗ്രാറ്റുവിറ്റി ആയിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് കൊണ്ട് നിങ്ങളുടെ ഡിഡക്ഷൻസ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് കൂടുകയും സോ മന്ത്ലി സാലറിയിൽ ഒരു കുറവ് വരികയും ചെയ്യാം. ഇനി വേജ് കോഡിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ മേജർ ആൻഡ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എംപ്ലോയി റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്ന ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ് ഇത്രയും കാലം 30 to 90 ഡേയ്സ് വരയ്ക്കും അത് സെറ്റിൽ ചെയ്യാൻ എടുക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി മുതൽക്ക് റിസൈൻ ചെയ്ത് വിത്തിൻ 2 ഡേയ്സിൽ തന്നെ അവർക്ക് ആ സെറ്റിൽമെന്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇതുകൂടാതെ ഒരു എംപ്ലോയി കണ്ടിന്യൂസ് ആയിട്ട് 5 years ഒരു എംപ്ലോയർ അണ്ടറിൽ ജോലി ചെയ്താൽ മാത്രമേ അവർക്ക് ഗ്രാറ്റുവിറ്റി എലിജിബിൾ ആവുള്ളൂ എന്നുണ്ടെങ്കിൽ ഇനി മുതൽക്ക് ഫിക്സഡ് ടേം എംപ്ലോയീസിന് 1 വർഷം കണ്ടിന്യൂസ് എംപ്ലോയ്മെന്റ് സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ അവർക്ക് ഗ്രാറ്റുവിറ്റിക്ക് എലിജിബിൾ ആവുന്നതാണ്. മറ്റ് ഏത് പോയിന്റിലാണ് നിങ്ങൾക്ക് ഡിസ്കഷൻസ് വേണ്ടത് അല്ലെങ്കിൽ ഡൗട്ട് ഉള്ളത് എന്നുള്ളത് കമൻറ്റായി മെൻഷൻ ചെയ്യും. നമുക്ക് ആ പോയിന്റ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.